പി ജയരാജൻ്റെ പുസ്തകം പുറത്തു വരുന്നു, കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം. അദ്ദേഹം അത് നിരസിക്കുന്നുണ്ട്. രണ്ടാം പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം, സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് വിമർശനം, ഇങ്ങനെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ആത്മകഥയുടെ ഭാഗങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. എന്താണ് തോന്നുന്നത്? ഇതിലിപ്പോൾ എന്താ പറയുക, ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണോ അതോ മാർക്കറ്റിംഗ് ഗൂഢാലോചനയാണോ എന്നുള്ളതാണ് ആദ്യത്തെ തർക്കം എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടും ഉണ്ടാവാൻ വരും. പക്ഷേ ഞാൻ കാണുന്നത് ഇത് വളരെ സമർത്ഥമായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ടാണ് ഇത് കാണുന്നത്. പി ജയരാജനിപ്പോൾ ഇത് ഞാൻ എഴുതിയ ആത്മകഥയല്ല, ഇത് ഞാൻ DC-ക്ക് പ്രസിദ്ധീകരിക്കാനായിട്ട് കരാർ കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു കരാറിൽ ഞാൻ ഒപ്പുവെച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളിതിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താ കട്ടൻ ചായയും പരിപ്പോടെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം അങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു 180-182 പേജ് PDF ഫോർമാറ്റിൽ അവൈലബിൾ ആണ്. വാട്സപ്പിലൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ പേജുകളിലൂടെ നമ്മളൊന്ന് ഓടിച്ച് വായിച്ച് പോയി കഴിഞ്ഞാൽ ഇത് പി ജയരാജൻ്റെ ആത്മകഥയല്ല എന്ന് ആരും പറയില്ല. കേരളത്തിൻ്റെ ഒരു പൊതുരാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ പി ജയരാജനെ കുറിച്ചൊക്കെ ഏതാണ്ട് ധാരണയുള്ള, അല്ലെങ്കിൽ പി ജയരാജൻ, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, MV ഗോവിന്ദൻ, MV രാഘവൻ, ആ തലമുറ മുതൽ ഇങ്ങോട്ടുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം, CPM-ൻ്റെ രാഷ്ട്രീയ ചരിത്രം ഒക്കെ അറിയുന്ന മനുഷ്യർക്ക് അത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പി ജയരാജൻ്റെ ആത്മകഥയല്ല എന്ന് പറയാൻ കഴിയില്ല. അതിപ്പോൾ നമ്മൾ എത്ര നിഷേധിച്ചാലും, പി ജയരാജൻ എത്ര നിഷേധിച്ചാലും, പി ജയരാജൻ പറഞ്ഞതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പുള്ള ശരി എന്ന് VN വാസവനോ MV ഗോവിന്ദനോ പറഞ്ഞാലും അത് നിൽക്കില്ല. ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് പി ജയരാജൻ്റെ ആത്മകഥയാണ്. അതെ, ഗോവിന്ദൻ മാഷ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ജയരാജൻ പറഞ്ഞല്ലോ അത് എൻ്റെ അല്ല എന്ന്. അതുകൊണ്ട് എന്താ പറയുക, അതാണിപ്പോൾ പാർട്ടി സ്വീകരിക്കുന്നതെന്ന് ശരിയാണ്. MV ഗോവിന്ദനെ സംബന്ധിച്ച് അത് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എഴുതിയ ആൾ തന്നെ ഇതെൻ്റെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മാർഗ്ഗമൊന്നുമില്ല, അതല്ല എന്ന് സ്വീകരിക്കേ മാർഗ്ഗമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒപ്പം പാർട്ടി നിൽക്കുന്നു എന്ന് MV ഗോവിന്ദൻ ഇപ്പോൾ പറയാം. പക്ഷേ ആ പുസ്തകം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ഇത് പി ജയരാജൻ എഴുതിയതാണ് എന്ന്. കാരണം സാന്റിയാഗോ മാർട്ടിൻ വരുന്നുണ്ട്. സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് ദേശാഭിമാനി 2 കോടി രൂപ വാങ്ങിയത് പിന്നീട് പരസ്യം പ്രസിദ്ധീകരിക്കാം എന്നുള്ള മുൻകൂർ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതെല്ലാ പത്രമാധ്യമങ്ങളും ചെയ്യുന്നതാണ്. അത് പാർട്ടി സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്ത് പാർട്ടിയുടെ അനുവാദം വാങ്ങിയതിന് ശേഷമാണ് അത് ചെയ്തത്. അത് VS അച്യുതാനന്ദൻ തനിക്കെതിരായ ആയുധമാക്കി, അല്ലെങ്കിൽ അന്ന് താൻ ഉൾപ്പെടുന്ന ഔദ്യോഗിക നേതൃത്വത്തിനെതിരായ ആയുധമാക്കി എന്നുള്ളതടക്കം എന്താ പറയുക, അദ്ദേഹത്തിനെതിരെ വെടിവെപ്പുണ്ടായത്, പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് ട്രെയിനിൽ മടങ്ങി വരുമ്പോൾ ട്രെയിനിൽ വെച്ച് വെടിവെപ്പുണ്ടായത്, ആ വെടിവെപ്പിൻ്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് MV രാഘവനും ഇപ്പോൾ KPCCയുടെ പ്രസിഡൻ്റായിരിക്കുന്ന K സുധാകരനുമാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അലിഗേഷൻ, അത് സംബന്ധിച്ചുള്ള കേസ്, ആ വെടിവെച്ച ആളുകൾ, അവരുടെ പേര്, അവരെ അറസ്റ്റ് ചെയ്ത രീതി, അന്നൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ, അന്ന് ട്രെയിനിലൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങി, M വിജയകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങി അന്ന് ട്രെയിനിലൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ, ഫാമിലി, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ PK ശ്രീമതിയുടെ ഭർത്താവ്, അങ്ങനെ തുടങ്ങി ഈച്ച് ആൻഡ് എവരി ഡീറ്റെയിൽ അതിലുണ്ട്. അപ്പോൾ അത് പറയണമെങ്കിൽ പി ജയരാജൻ ഒന്നുമില്ല, പി ജയരാജൻ എഴുതണം, അല്ലെങ്കിൽ പി ജയരാജൻ്റെ കൂടെ പി ജയരാജൻ്റെ നിഴൽ പോലെ നടന്ന വേറെ ആരെങ്കിലും എഴുതണം. അപ്പോൾ അതുകൊണ്ട് ഇത് പി ജയരാജൻ്റെ ആത്മകഥയല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് വിശ്വസിക്കാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എഴുതി പൂർത്തിയാക്കിയിട്ടില്ല എന്ന് പറയുന്ന പി ജയരാജൻ്റെ ആർഗ്യുമെൻറ്റ് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റായിട്ട് എഴുതിയിട്ടില്ല. കംപ്ലീറ്റായിട്ട് എഴുതിയതിന് ശേഷമാണ് ഒരു രണ്ടാമതൊരു വായന നടത്തി ഏതൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്, ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്നൊക്കെ തീരുമാനിച്ച് എഡിറ്റ് ചെയ്ത് ഗ്രന്ഥകാരൻ്റെ പൂർണ്ണ അനുമതിയോടുകൂടെ ഇത് പ്രസിദ്ധീകരണത്തിന് കൊടുക്കുന്നത് എന്നുള്ള ആർഗ്യുമെൻറ്റ് വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. പക്ഷെ അതുപോലും എനിക്ക് അത്രത്തോളം സ്വീകാര്യമാണെന്ന് തോന്നുന്നില്ല ഈ ഘട്ടത്തിൽ. കാരണം വെച്ചാൽ DCA പോലൊരു സ്ഥാപനം, ദീർഘകാലമായിട്ട് പുസ്തക പ്രസാധന രംഗത്തുള്ളൊരു സ്ഥാപനം, അവർ ഇതൊരു ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും പൂർത്തിയാക്കാതെ ഇത് എന്താ പറയുക, ഇതിൻ്റെ ഈ കൃതിയുടെ ടൈപ്പിങ്ങിലേക്കോ ഇതിൻ്റെ ലേഔട്ടിലേക്കോ കടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പോൾ, അതായത് ഈ ദിവസം ഇതിൻ്റെ പ്രസിദ്ധീകരണം തീരുമാനിച്ചതോ അല്ലെങ്കിൽ ഇതിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വിട്ടതോ അത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അത് രാഷ്ട്രീയ ഗൂഢാലോചന, ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്നത്തെ ദിവസം മുഴുവൻ, അതായത് ഇന്നൊരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ് ചേലക്കരയിലും വയനാടും.
ഒരു 5-6 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 6-7 ദിവസം 7ാമത്തെ ദിവസം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് നടക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഡയറക്റ്റായിട്ടുള്ള പരാമർശമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ഫുൾ ഡേ ഇതൊരു ഡിസ്കഷൻ ടോപ്പിക്കാണ്. വരുന്ന ദിവസങ്ങളിലുമൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് സ്വാഭാവികമായിട്ടുണ്ടാവും. പൊതുമണ്ഡലത്തിലുണ്ടാവും, ടെലിവിഷൻ ചാനലിലുണ്ടാവും, പത്രങ്ങളിലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാലും ഒരുപക്ഷെ ഇതേ കാര്യങ്ങൾ വീണ്ടും ഡിസ്കസ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ ഇതിൽ കൂടുതലൊരു പബ്ലിസിറ്റി ആർക്കും കിട്ടാനില്ല, ഒരു പുസ്തകത്തിന് കിട്ടാനില്ല. അപ്പം അത് വെച്ചിട്ട് ചെയ്തതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.